ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാ 3 വർഷവും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അത് എൻവയൺമെൻറ്റിൽ നിന്ന് വെള്ളം മോയ്സ്ചർ വലിച്ചെടുത്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി കുറയും, ബോയിലിംഗ് പോയിൻറ്റ് കുറയും. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ വണ്ടി ഓടുന്തോറും അതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറഞ്ഞു വരും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാ 3 വർഷവും നിങ്ങൾ നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാം. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഫ്ലൂയിഡ് നമ്മൾ ആദ്യം ഈ ഫ്ലൂയിഡ് റിസർവോയറിൽ നിന്ന് എത്ര സക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും സക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ സിലിണ്ടർ. ഇവിടെ നിന്നാണ് എല്ലാ വീൽസിലേക്കും ഫ്ലൂയിഡ് പോകുന്നത്. സോ നമ്മൾ ഏറ്റവും ഫാർത്തസ്റ്റ് വീലിൽ നിന്ന് തുടങ്ങുക. അത് വന്നിട്ട് റിയർ ലെഫ്റ്റ് നിന്നാണ് തുടങ്ങുക. റിയർ ലെഫ്റ്റ് കഴിഞ്ഞിട്ട് റിയർ റൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ലെഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ സൈഡ് ഫ്രണ്ട് റൈറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്യും. ഡ്രെയിൻ ചെയ്യാൻ എല്ലാ വീലിലും ഒരു ബ്ലീഡർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു റിംഗ് സ്പാനർ വെച്ച് റിമൂവ് ചെയ്തിട്ട്, റിമൂവ് അല്ല, ലൂസൻ ചെയ്തിട്ട് നമ്മളൊരു ട്യൂബ് വെച്ചിട്ടാണ് കളക്ട് ചെയ്യുക. ഒരു ആൾ വണ്ടീൻ്റെ അകത്ത് നിന്നിട്ട് പ്രസ് ചെയ്യേണ്ടി വരും ബ്രേക്ക് ഫ്ലൂയിഡ്. നിങ്ങളപ്പോൾ ആ റിംഗ് സ്പാനർ വെച്ച് ആ ബ്ലീഡർ പ്ലഗ് തുറന്നാൽ ബ്രേക്ക് ഫ്ലൂയിഡ് വരും. അടയ്ക്കുക, എയർ കയറാതിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ കയറി കഴിഞ്ഞാൽ ബ്രേക്സ് സ്പോഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അമർത്തുമ്പോൾ ആ ഒരു അമരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല. ബ്രേക്ക് നിൽക്കും, വണ്ടി നിൽക്കും, പക്ഷേ ആ എഫക്റ്റീവ്നെസ് കുറയും. അപ്പോൾ എയർ കയറാതെ നോക്കുക. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് റിസർവോയറിന്ന് നമ്മൾ ഫ്ലൂയിഡ് എത്രയാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത്ര എടുക്കുക. ഈ സാധനം നിങ്ങൾക്ക് ഇതിനെ ടർക്കി ബാസ്റ്റർ എന്നാണ് പറയുക. ഇത് നിങ്ങൾക്ക് യൂഷ്വലി അക്വേറിയംസിലൊക്കെ കിട്ടും. അക്വേറിയം അല്ല, അക്വേറിയത്തിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഇത് തന്നെ വാങ്ങണം നിർബന്ധമില്ല. ഒരു നല്ല തടിയുള്ള സിറിഞ്ച് ആണെങ്കിലും നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ ബ്ലീഡിങ് ബോട്ടിൽ. സോ ഇതിൽ ബേസിക്കലി ഈ ഒരു ട്യൂബ് ഉണ്ട്. ഈ ട്യൂബ് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഹാർഡ്വെയർ സ്റ്റോഴ്സിലും കിട്ടും. ഇതൊരു 1 വേ വാൾവാണ്. 1 വേ വാൾവ് നിങ്ങൾക്ക് അക്വേറിയം കടയിലും കിട്ടും. മറ്റേ ഓട്ടോമൊബൈൽ ഹാർഡ്വെയറിൽ ഈ വിൻഷീൽഡ് വാഷറിൻ്റെ പൈപ്പിലൊക്കെ വരുന്നതാണ്. ഒരു വഴി കൂടെ വെള്ളം പോകുള്ളൂ. സോ ഈ ഒരു സിമ്പിൾ ട്യൂബാണ്. ഞാൻ 2 ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ വരെ ലീഡ് ചെയ്യാം. കുറച്ച് ഫ്ലൂയിഡ് താഴെ ഉണ്ടാവണം. എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ച് സക്ക് ചെയ്യുമ്പോൾ അത് എയർ സക്ക് ചെയ്യരുത്. അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. സോ ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ബ്ലീഡിങ് ബോട്ടിൽ. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നല്ല ഫ്രഷ് ഫ്ലൂയിഡ് നിറയ്ക്കുക. ഞാനിപ്പോൾ ബോഷിൻ്റെ .3 ഫ്ലൂയിഡാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് റീഫിൽ ചെയ്ത ശേഷം റിസർവോയറിൻ്റെ ക്യാപ്പ് ഇട്ട് അടയ്ക്കുക. നമ്മൾ എന്നിട്ട് റിയർ ലെഫ്റ്റ് വീലിന് തുടങ്ങാം. ആ സൈഡ് റിംഗ് സ്പാനർ റെഡിയാക്കി വെക്കുക. ഇതിന് വേണ്ടത് ൻ്റെ റിംഗ് സ്പാനറാണ്. ഇതാണ് നിങ്ങളുടെ ബ്ലീഡർ വാൾവ്. ഇതിൽ ഈ റിംഗ് സ്പാനർ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഡ്രൈവർ സൈഡിൽ ഒരാൾ ഇരുന്ന് ആ ബ്രേക്ക് പ്രസ് ചെയ്യണം. സോ നിങ്ങൾ ഈ വാൾവ് തുറക്കണതിന് മുമ്പ് പുള്ളി പ്രഷർ അവിടെ അപ്ലൈ ചെയ്ത് റെഡിയാക്കണം. കിച്ച പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കീപ്പ് ഓൺ ഡിപ്രസിങ് ആൻഡ് പ്രസിങ്. എന്നിട്ട് കീപ്പ് ഇറ്റ് ഡിപ്രസ്ഡ്. എന്നിട്ട് തുറക്കും. പ്രസ് ചെയ്യേ. പമ്പ് ചെയ്യേ. കീപ്പ് ഓൺ പമ്പിങ്. മതി, കഴിഞ്ഞു. ബ്ലീഡിങ് പരിപാടി കഴിഞ്ഞാൽ ബ്ലീഡർ വാൾവിൻ്റെ ക്യാപ്പ് തിരിച്ച് വെക്കുക. നമ്മൾ ഇതിൻ്റെ ഈ ബ്രേക്ക് ബ്ലീഡർ വാൾവ് ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഇത് ഇത്തിരി ഒന്ന് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ഡാമേജ് എന്ന് പറഞ്ഞാൽ സംഭവം ആ ഹെക്സ് ഹെഡ് അത് ഇത്തിരി ഒന്ന് ലൂസനായിട്ടുണ്ട്. സോ ബേസിക്കലി ഒന്നുമില്ല, ഒരു റെഞ്ച് വെച്ച് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പ്ലയർ വെച്ച് എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് പുതിയ
വാൾവ് ഇത് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഫ്ലൂയിഡ് കുറച്ചായിട്ട് ലീക്ക് ആവുള്ളൂ, കാരണം പ്രഷർ ഇല്ലാത്തതുകൊണ്ട്. ഇതുണ്ടല്ലേ കുറച്ച്, അങ്ങനെ പ്രഷറില്ല. പ്രഷർ ബ്രേക്കിൽ ചവിട്ടിയാൽ സംഭവം പോവും. ഫുള്ള് ചെയ്യണ്ടല്ലോ ഗണേഷ്, യു ഹാവ് ടു ബ്ലീഡ് ഇറ്റ്. അതെ. ഇനി നമ്മുടെ ബ്ലീഡർ ബോട്ടിൽ കണക്ട് ചെയ്യാം. ചെല്ലിച്ച ലൂസിൻ്റെ ലൂസിനല്ല, അപ്പം ടൈറ്റിലാണ്. നീ പോയി പ്രഷർ ബിൽഡ് ചെയ്തിട്ട് പറ. ചെയ്തോ? തുറക്കാൻ പോണോ? ഡിപ്രസ്ഡ് അല്ലേ? ആ വരുന്നുണ്ട്. ആ വരട്ടെ, പഴയ ഫ്ലൂയിഡൊക്കെ വരട്ടെ. ഇപ്പോൾ ക്ലിയർ ഫ്ലൂയിഡാണ്, അപ്പോൾ നമുക്ക് ആ ട്രാൻസിഷൻ കാണാം ക്ലിയർ ആയിട്ട്. ബബിൾസും വരുന്നത് കാണാം. നമ്മളിപ്പോൾ റിസർവോയർ ടോപ്പ് ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഇടയ്ക്ക് റിസർവോയർ പോയി നോക്കുക. ചെറിയ റിസർവോയറാണ് സെന്നിൻ്റെ. എൻ്റെ മറ്റേ വണ്ടി പോളോ പോലെ അത്ര വലുതല്ല. സോ ഇടയ്ക്കിടയ്ക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പോയി നോക്കണം. പ്രസ് ചെയ്യേ, ഡിപ്രസ്, കീപ് പ്രസ്സിങ്. വരട്ടെ വരട്ടെ വരട്ടെ, അല്ലല്ല പ്രസ് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലൂയിഡ് വരട്ടെ. ഈ ഒരു പോയിന്റിൽ കണ്ടില്ലേ, ഇപ്പോൾ ബബിൾസ് ഇല്ലാത്ത കൊണ്ട് നമ്മൾ നിർത്തി. ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഡ്രം ബ്രേക്കിൻ്റെ ബാക്കിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് പോയത് ഒരു നല്ല ബ്രേക്ക് ക്ലീനർ സ്പ്രേ വെച്ചിട്ട് നന്നായി സ്പ്രേ ചെയ്തിട്ട് അത് വൃത്തിയാക്കി അത് കളയണം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പഴയ ബ്ലീഡർ വാൾവിൻ്റെ ഉള്ളിൽ തുരുമ്പ്, സംഭവത്തിൻ്റെ ഹെഡ് ഫുള്ള് പോയി കിടക്കുകയാണ്. ഇത് മാരുതീൻ്റെ പാർട്ടായതുകൊണ്ട് ഹാർഡ്ലി എനിക്ക് കോസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ ഇത് റീപ്ലേസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സെന്നിലേക്ക് ഇത് പഴയതാണെങ്കിൽ ഇതൊന്ന് മാറ്റുക. എൻറ്റയർ ബ്രേക്ക് സിസ്റ്റം ഫ്ലഷ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതും കൂടെ മാറ്റുന്നതാണ്. ഈ തുരുമ്പൊക്കെ പിന്നെ അത് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ കൂടെ കലങ്ങും. പിന്നെ നമ്മൾ റിയർ ലെഫ്റ്റ് വീലും റിയർ റൈറ്റ് വീലും ബ്ലീഡ് ചെയ്തു. അടുത്തത് ഫ്രണ്ട് ലെഫ്റ്റ് വീലാണ്. സോ അതെങ്ങനെയാണ് ബ്ലീഡ് ചെയ്യാമെന്ന് പെട്ടെന്ന് നോക്കാം. എളുപ്പമാണ്. ബ്ലീഡർ വാൾവ് ഇവിടെ ഉണ്ട്. നിങ്ങൾ സ്പാനർ ഇടുക, എന്നിട്ട് ഹോസ് കണക്ട് ചെയ്യുക, നീച്ചൊന്ന് പമ്പ് ചെയ്യുക. തുറക്കട്ടെ, എന്നിട്ടത് തുറക്കുക. അപ്പോൾ ഫ്ലൂയിഡ് വരും. പമ്പ് ചെയ്തോ. പഴയ ബ്രേക്ക് ഫ്ലൂയിഡാണ്, റെഡ് കളറിൽ. അതിപ്പോൾ മാറി ട്രാൻസ്പെറൻറ്റ് ഫ്ലൂയിഡ് ഇപ്പോൾ വരും. ഒന്ന് പമ്പ് ചെയ്ത് നിർത്ത്. ഇതൊരുപാട് ടൈറ്റൻ ചെയ്യണ്ട. ക്ലിയറായി കഴിഞ്ഞിട്ട് പിഞ്ച് ചെയ്ത് എടുക്കുക. ബ്ലീഡിങ് കഴിഞ്ഞാൽ ബ്രേക്ക് ക്ലീനർ സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഏതാണ്ട് ഇത്രയും ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റി. ഇത് പഴയ മാരുതിയുടെ സ്റ്റോക്ക് ബ്രേക്ക് ഫ്ലൂയിഡാണ്. അതാണ് ഇതിൻ്റെ ഈ കളറ്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ബോഷിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ്. ഇത് ട്രാൻസ്പെറൻറ്റ് ടെയിൽ വൈറ്റ് കളറിലാണ് വരിക. സോ എളുപ്പം നമുക്ക് അറിയാനും പറ്റി മാറ്റുമ്പോൾ. സോ 4 ബ്രേക്കും ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുക. ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുറച്ച് തവണ പ്രസ് ചെയ്യുക. കാരണം ഇതിൻ്റെ എന്താ പറയുക, പാഡ്സ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കുറച്ച് പ്രസ് ചെയ്ത് ഡിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാഡ്സ് ഓട്ടോമാറ്റിക്കലി വന്ന് ആ പിസ്റ്റൺ വന്ന് പാഡ്സിൽ റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവിന് പോയി നോക്കുക. സ്പോഞ്ചിനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എയർ ലൈൻസിലുണ്ടാവും, അത് എടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രൊസീജിയർ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാ 3 വർഷവും ചേഞ്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇനി നമുക്ക് ഈ DIYയിൽ യൂസ് ചെയ്ത പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് 2 500 ml ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ബോട്ടിൽസിൻ്റെ ആവശ്യം വന്നു. എനിക്ക് ഒരു ബ്ലീഡർ വാൾവിൻ്റെ ആവശ്യം വന്നു. ഞാൻ 2 എണ്ണം വാങ്ങിയിരുന്നു. ഇതാണ് റിയർ ഡ്രം ബ്രേക്കിൻ്റെ എക്സ്പ്ലോഡഡ് ഡയഗ്രാം. ഇതിൽ ആ ബ്ലീഡർ വാൾവ് ഞാൻ കാണിച്ചിട്ടുണ്ട്.